In this video, we'll be discussing about urea cycle. But before moving into urea cycle, let's see what are the different modes of excretion found in organisms. അപ്പോൾ ഓർഗാനിസംസ് പല മോഡ്സ് ഓഫ് എക്സ്ക്രീഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോഡ്സിന് ഓരോന്നിനും പേര് വന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ kind of excretory product these organisms are excreting out of their body. അപ്പോൾ അക്കോർഡിംഗ്ലി 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്ക്രീറ്ററി മോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ദേ ആർ അമോണോറ്റലിസം, യൂറിയോറ്റലിസം ആൻഡ് യൂറിക്കോറ്റലിസം. നമുക്ക് ഈ ഓരോ മോഡ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് മോഡ് ഇസ് അമോണോറ്റലിസം. ഇവിടെ ഈ പേര് പോലെ തന്നെ ഇവിടെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആണ് അമോണിയ. അപ്പോൾ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഓർഗാനിസംസിനെ വിളിക്കുന്ന പേരാണ് അമോണോറ്റലിക് ആനിമൽസ് ആൻഡ് ദ മോഡ് ഓഫ് എക്സ്ക്രീഷൻ ഇസ് നോൺ ആസ് അമോണോറ്റലിസം. അപ്പോൾ ബോഡിയിലെ നൈട്രോജീനസ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൻ്റെ മെറ്റബോളിസത്തിൻ്റെ റിസൾട്ടായിട്ട് അമോണിയ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഉണ്ടാവുന്നത്, ബൈ പ്രോഡക്റ്റായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ നൈട്രോജീനസ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻ, അതുപോലെ തന്നെ നൈട്രോജീനസ് ബേസസ് ഓഫ് ദ DNA, അതായത് പ്യൂരിൻസ്, പിരമിഡിൻസ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ മെറ്റബോളിസത്തിൻ്റെ റിസൾട്ടായിട്ടാണ് അമോണിയ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അമോണിയ വളരെ ടോക്സിക് ആണ്. അപ്പോൾ ഇത്തരം ഓർഗാനിസംസ്, അമോണോറ്റലിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഈ ഉണ്ടായ അമോണിയയെ അതേപടി തന്നെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ അമോണിയ വളരെ ടോക്സിക് ആണ്. അതുപോലെ തന്നെ അമോണിയയുടെ എക്സ്ക്രീഷൻ ഇറ്റ് റിക്വയർസ് ലോട്ട്സ് ഓഫ് വാട്ടർ. ഒരുപാട് വാട്ടർ യൂസ് ചെയ്താണ് അവരുടെ ബോഡിയിൽ നിന്ന് അവർ അമോണിയയെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നത്. സോ പ്രൈമർലി അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ്, അതായത് ഫിഷസ് ഒക്കെ പോലെ അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ്, അതുപോലെ തന്നെ ആംഫീബിയൻ്റെ ലാർവ, ടാഡ്പോൾ ലാർവ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരം ഓർഗാനിസംസ് ആണ് അമോണോറ്റലിസം എന്ന് പറയുന്ന മോഡ് ഓഫ് എക്സ്ക്രീഷൻ കാണിക്കുന്നത്, ബിക്കോസ് ദേ ഹാവ് ആക്സസ് ടു എ ലോട്ട് ഓഫ് വാട്ടർ. അപ്പോൾ അതാണ് അമോണോറ്റലിസം എന്ന് പറയുന്ന മോഡ് ഓഫ് എക്സ്ക്രീഷൻ. നൗ വിൽ മൂവ് ഓൺ ടു ദ സെക്കൻഡ് മോഡ് ഓഫ് എക്സ്ക്രീഷൻ, ദാറ്റ് ഇസ് യൂറിയോറ്റലിസം. അപ്പോൾ ആദ്യത്തെ മോഡ് ഓഫ് എക്സ്ക്രീഷനിൽ അമോണിയ ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ യൂറിയോറ്റലിസം എന്ന് പറയുന്ന മോഡ് ഓഫ് എക്സ്ക്രീഷനിൽ ഈ ഉണ്ടായ അമോണിയയെ ഈ ഓർഗാനിസംസ് കൺവേർട്ട് ചെയ്യുക ലെസ് ടോക്സിക് ആയ യൂറിയ എന്നൊരു ഫോമിലേക്കാണ്. അങ്ങനെ യൂറിയയാണ് ബോഡിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത്തരം ആനിമൽസിനെ വിളിക്കുന്ന പേരാണ് യൂറിയോറ്റലിക് ആനിമൽസ് ആൻഡ് ദ മോഡ് ഓഫ് എക്സ്ക്രീഷൻ ഇസ് നോൺ ആസ് യൂറിയോറ്റലിസം. അപ്പോൾ ഇവിടെ ഈ അമോണിയയിൽ നിന്ന് യൂറിയ ആക്കപ്പെടുന്നതിൻ്റെ ബെനഫിറ്റ്സ് എന്താണ്, ഓർ വൈ ദ യൂറിയ ഇസ് ഫോംഡ്? യൂറിയ ആക്കി മാറ്റുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ബെനിഫിറ്റ്, യൂറിയ ഈസ് ലെസ് ടോക്സിക് ദാൻ അമോണിയ. അപ്പോൾ അമോണിയ ബോഡിയിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം അമോണിയ ഭയങ്കര ടോക്സിക് ആണ്. പക്ഷേ യൂറിയ എന്ന് പറയുന്നത് ഒരു ലെസ് ടോക്സിക് ആയിട്ടുള്ള ഫോമാണ്. സോ യൂറിയയെ കുറച്ച് നേരമൊക്കെ ബോഡിയുടെ ഉള്ളിൽ റീറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്ക്രീഷൻ ഓഫ് യൂറിയ റിക്വയർസ് ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ വെൻ കമ്പയർഡ് ടു എക്സ്ക്രീഷൻ ഓഫ് അമോണിയ. അപ്പോൾ വാട്ടറിൻ്റെ യൂസേജ് കുറയ്ക്കുകയും ചെയ്യാം. എങ്ങനെ? അമോണിയയെ യൂറിയ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ. സോ എങ്ങനെയാണ് ഈ അമോണിയയെ യൂറിയ ആക്കി മാറ്റുന്നത്? അമോണിയയെ യൂറിയ ആക്കി മാറ്റുന്ന മെറ്റബോളിക് പാത്വേ വിളിക്കുന്ന പേരാണ് യൂറിയ സൈക്കിൾ. അപ്പോൾ യൂറിയോറ്റലിക് ആയിട്ടുള്ള ആനിമൽസ് അവരുടെ ബോഡിയിലുണ്ടായ അമോണിയയെ യൂറിയ ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന മെറ്റബോളിക് പാത്വേയുടെ പേരാണ് യൂറിയ സൈക്കിൾ. ഓറൽസ് അമോണിയ is converted into less toxic urea by undergoing urea cycle. സോ അതാണ് യൂറിയോറ്റലിസമിനെ കുറിച്ച് പറയാനുള്ളത്. Now the third mode of excretion is യൂറിക്കോറ്റലിസം. യൂറിക്കോറ്റലിസമിൽ അല്ലെങ്കിൽ യൂറിക്കോറ്റലിസം കാണിക്കുന്ന ഓർഗാനിസംസ് which we call as യൂറിക്കോറ്റലിക് ആനിമൽസ്. അപ്പോൾ യൂറിക്കോറ്റലിസം കാണിക്കുന്ന ആനിമൽസ്, അതായത് യൂറിക്കോറ്റലിക് ആനിമൽസ്, അവരുടെ ബോഡിയിൽ ഉണ്ടായ അമോണിയയെ കൺവേർട്ട് ചെയ്യുന്നത് യൂറിക് ആസിഡ് ആയിട്ടാണ്. യൂറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുകയും ആ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ യൂറിക് ആസിഡ് ഉണ്ടാക്കി എക്സ്ക്രീറ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂറിക് ആസിഡ് ഓൾമോസ്റ്റ് ഒരു ഇനേർട്ട് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, ആൻഡ് ഓൾസോ അത് ലെസ് ടോക്സിക് ആണ്. സോ ഇറ്റ് ക്യാൻ ബി റീറ്റെയിൻഡ് ഫോർ എ ലോങ് ടൈം ഇൻ ദ ബോഡി. അതുപോലെ തന്നെ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത് ഇൻ ദ ഫോം ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ആയിട്ടാണ് യൂറിക് ആസിഡ് ബോഡിയുടെ പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നത്. സോ വളരെ കുറച്ച് വാട്ടർ മാത്രം മതി യൂറിക് ആസിഡ് ആക്കി നൈട്രോജനസ് വേസ്റ്റിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയാനായിട്ട്. സോ അപ്പോൾ ഇത് കാണിക്കുന്നത്, ഈ മോഡ് ഓഫ് എക്സ്ക്രീഷൻ കാണിക്കുന്നത് വളരെ ഡ്രൈ ആയിട്ടുള്ള എക്സ്ട്രീം ഡ്രൈ കണ്ടീഷനിൽ ജീവിക്കുന്ന ഓർഗാനിസംസ്, അതായത് ഡെസേർട്ട് ആനിമൽസ്, അതുപോലെ ഡെസേർട്ടിലുള്ള റെപ്റ്റൈൽസ്,
അതുപോലെ തന്നെ ബേർഡ്സ് യൂസ് വെരി ലിറ്റിൽ എമൗണ്ട് ഓഫ് വാട്ടർ. കാരണം അവരുടെ വെയിറ്റ് റിഡക്ഷൻ വിച്ച് ഇസ് ആൻ അഡാപ്റ്റേഷൻ ഫോർ ഫ്ലൈറ്റ്, പറക്കാനുള്ള അഡാപ്റ്റേഷനാണ് വെയിറ്റ് റിഡക്ഷൻ. അപ്പോൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ വാട്ടറിൻ്റെ യൂസേജ് വളരെയധികം കുറയ്ക്കുകയാണ് ബൈ turning into a uricotelic excretory mode. So that is about uricotelism, where ammonia is converted into uric acid and then excreted out. അപ്പോൾ ഇതാണ് different modes of excretion. Now we'll go back into the urea cycle. Urea cycle പറഞ്ഞ പോലെ തന്നെ ഒരു metabolic pathway ആണ് which is found in ureotelic organism. Now let's see some details about the urea cycle. So urea cycle എന്ന് പറഞ്ഞാൽ it is the first metabolic pathway to be elucidated. നമ്മുടെ ബോഡിയിൽ ധാരാളം metabolic pathways ഉണ്ട്, ലൈക്ക് ഗ്ലൈക്കോളിസിസ് ഉണ്ട്, TCA cycle, that is citric acid cycle, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, നേരത്തെ പറഞ്ഞ പോലെ പ്യൂരിൻ മെറ്റബോളിസം, അതുപോലെ പ്രോട്ടീൻ മെറ്റബോളിസം, അങ്ങനെ കുറേ മെറ്റബോളിക് പാത്വേസ് നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് ഡിസ്കവർ ചെയ്യുകയും ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്ത മെറ്റബോളിക് പാത്വേ എന്ന് പറയുന്നത് യൂറിയ സൈക്കിളാണ്. നമുക്കറിയാം യൂറിയ സൈക്കിൾ മറ്റേത് സൈക്കിൾ പോലെ ഓരോ സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ആൻഡ് ഈച്ച് സ്റ്റെപ്പിൽ ദർ വിൽ ബി സബ്സ്ട്രേറ്റ് ആൻഡ് ഈച്ച് സ്റ്റെപ്പ് ദർ വിൽ ബി എ പ്രോഡക്റ്റ് ഫോംഡ്. ആൻഡ് ഓൾസോ ഓരോ സ്റ്റെപ്പിലും നടക്കുന്ന പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യാനായിട്ട് ഒരു എൻസൈമും ഉണ്ടായിരിക്കും. പിന്നെ പ്രീവിയസ് സ്റ്റെപ്പിലുണ്ടായ പ്രോഡക്റ്റ് ആയിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പിൻ്റെ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഏത് മെറ്റബോളിക് പാത്വേ എടുത്താലും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ബേസിക് ആണ്. സോ ബോഡിയിലെ ഫസ്റ്റ് ഡിസ്കവർ ചെയ്യുകയും ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്ത പാത്വേ ആണ് അല്ലെങ്കിൽ മെറ്റബോളിക് പാത്വേ ആണ് യൂറിയ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്കവറേഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TCA സൈക്കിളിൻ്റെ ഡിസ്കവർ അല്ലെങ്കിൽ ക്രെബ്സ് സൈക്കിളിൻ്റെ ഡിസ്കവറായ ഹാൻസ് ക്രെബ്സും അതുപോലെ കേർട്ട് ഹെൻസ്ലീറ്റ് എന്ന് പറയുന്ന മറ്റൊരു സയൻറ്റിസ്റ്റും കൂടി ചേർന്നിട്ടാണ് യൂറിയ സൈക്കിളിനെ ഡിസ്കവർ ചെയ്യുകയും ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തത്. അതുകൊണ്ട് യൂറിയ സൈക്കിളിൻ്റെ മറ്റൊരു പേരാണ് ഹാൻസ്ലീറ്റ് ക്രെബ്സ് യൂറിയ സൈക്കിൾ ഓർ ക്രെബ്സ് ഹെൻസ്ലീറ്റ് യൂറിയ സൈക്കിൾ എന്നും വിളിക്കും. ആഫ്റ്റർ ഹാൻസ് ക്രെബ്സ് ആൻഡ് കേർട്ട് ഹെൻസ്ലീറ്റ്, ഈ രണ്ട് സയൻറ്റിസ്റ്റുകളുടെ പേരിലാണ് ഈ യൂറിയ സൈക്കിൾ അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ യൂറിയ സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്ന ആദ്യത്തെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഓർണിത്തീൻ ആണ്. അപ്പോൾ ഓർണിത്തിൻ എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റ് ആണ് ഫസ്റ്റ് സബ്സ്ട്രേറ്റ് ദാറ്റ് ഈസ് ഗോയിങ് ടു എൻ്റർ ദ യൂറിയ സൈക്കിൾ. അതുകൊണ്ട് യൂറിയ സൈക്കിളിൻ്റെ മറ്റൊരു പേരാണ് ഓർണിത്തിൻ സൈക്കിൾ. ഓർണിത്തിൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡ് തന്നെയാണ്. നമ്മൾ പഠിക്കുന്ന 20 അമിനോ ആസിഡ് കൂടാതെ ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അമിനോ ആസിഡ് ഉണ്ട്, ലൈക്ക് സിട്രുലിൻ, ഓർണിത്തിൻ എക്സെട്ര. അപ്പോൾ ഓർണിത്തിൻ ഇസ് ഓൾസോ ആൻ അമിനോ ആസിഡ് ആൻഡ് ഓർണിത്തിൻ ഇസ് എ ഫസ്റ്റ് സബ്സ്ട്രേറ്റ് ദാറ്റ് ഇസ് ഗോയിങ് ടു എൻ്റർ ദ യൂറിയ സൈക്കിൾ. ഹെൻസ് യൂറിയ സൈക്കിളിൻ്റെ പേര് ഓർണിത്തിൻ സൈക്കിൾ എന്ന് കൂടിയാണ്. ഇനി ഇത് കാണുന്നത് യൂറിയോറ്റലിക് ആനിമൽസിലാണെന്ന് പറഞ്ഞു. യൂറിയോറ്റലിക് ആനിമൽസിൽ തന്നെ ആൻഡ് ഇഫ് യു ആസ്ക് വിച്ച് ഇസ് ദ സൈറ്റ് ഓഫ് യൂറിയ സൈക്കിൾ, യൂറിയ സൈക്കിൾ എവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറിയോറ്റലിക് ആനിമൽസിലാണ്. യൂറിയോറ്റലിക് ആനിമൽസിൻ്റെ തന്നെ കിഡ്നിയിലും ലിവർ സെല്ലിലുമാണ് യൂറിയ സൈക്കിൾ നടക്കുന്നത്. പ്രിൻസിപ്പൽ ഓർഗൻ ഓഫ് യൂറിയ സൈക്കിൾ എന്ന് പറയുന്നത് ലിവർ തന്നെയാണ്. അതായത് മെജോറിറ്റി ഓഫ് യൂറിയ സൈക്കിൾ നടക്കുന്നത് ലിവറിൻ്റെ ഉള്ളിലും കുറച്ച് പ്രപ്പോർഷൻ മാത്രമേ കിഡ്നിയിൽ നടക്കുന്നുള്ളൂ. സോ ദ പ്രിൻസിപ്പൽ ഓർഗൻ വെയർ യൂറിയ സൈക്കിൾ ടേക്സ് പ്ലേസ് ഇസ് ദ ലിവർ ആൻഡ് എ സ്മോൾ പ്രപ്പോർഷൻ ഹാപ്പൻസ് ഇൻ ദ കിഡ്നി സെൽസ് ടു. അപ്പോൾ ലിവർ സെല്ലിലും കിഡ്നി സെല്ലിലുമാണ് യൂറിയ സൈക്കിൾ നടക്കുന്നത് പറഞ്ഞു. ഇനി അതിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഡ്നി സെല്ലിൻ്റെയും ലിവർ സെല്ലിൻ്റെയും മൈറ്റോകോൺട്രിയയിലും അതുപോലെ തന്നെ സൈറ്റോസോളിലുമായിട്ടാണ് യൂറിയ സൈക്കിൾ നടക്കുന്നത്. അപ്പം സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ 2 ലൊക്കേഷൻസിലാണ് നടക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ മൈറ്റോകോൺട്രിയൽ മാട്രിക്സ് ആൻഡ് ഓൾസോ ഇൻ ദ സൈറ്റോസോൾ അല്ലെങ്കിൽ സൈറ്റോപ്ലാസം ഓഫ് ലിവർ ആൻഡ് കിഡ്നി സെൽ. ഈ 2 സ്ഥലത്തായിട്ടാണ് യൂറിയ സൈക്കിൾ നടക്കുന്നത്. നൗ ഇതാണ് യൂറിയ സൈക്കിളിൻ്റെ ഒരു ഔട്ട്ലൈൻ കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഓരോ സ്റ്റെപ്സിൻ്റെ ഒരു കളക്ഷനാണ് യൂറിയ സൈക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ഓരോ സ്റ്റെപ്പിലും ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് അടുത്ത സ്റ്റെപ്പിൻ്റെ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം. ഇതൊരു സൈക്ലിക്കൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇതിങ്ങനെ സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ടോട്ടലി നമ്മുടെ യൂറിയ സൈക്കിളിന് 5 സ്റ്റെപ്സ് ആണുള്ളത്. അതിലെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ ഫോർമേഷൻ ഓഫ് കാർബമോയിൽ ഫോസ്ഫേറ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ദ ഫോർമേഷൻ ഓഫ് സിട്രുലിൻ.
Third step is the formation of ARGININO succinate. Fourth step is the formation of arginine. Fifth step and final step is the formation of urea. അപ്പോൾ യൂറിയയുടെ ഫോർമേഷനോട് കൂടിയാണ് നമ്മുടെ യൂറിയ സൈക്കിൾ എൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ഇതിൽ തന്നെ ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം 5 സ്റ്റെപ്സ് ആണ് ഉള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലൊക്കേഷൻ ഓഫ് യൂറിയ സൈക്കിൾ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സ്ഥലത്ത് വെച്ചാണ് യൂറിയ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലും അതുപോലെ തന്നെ സൈറ്റോസോളിലും. അപ്പോൾ ഫസ്റ്റ് 2 സ്റ്റെപ്സ്, അതായത് ഫോർമേഷൻ ഓഫ് കാർബമോയിൽ ഫോസ്ഫേറ്റ് ആൻഡ് ഫോർമേഷൻ ഓഫ് സിട്രുലിൻ, ദീസ് 2 occur in the മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. അപ്പോൾ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലാണ് ഫസ്റ്റ് 2 സ്റ്റെപ്സ് നടക്കുന്നത്. ബാക്കിയുള്ള 3 സ്റ്റെപ്സ്, അതായത് ഫോർമേഷൻ ഓഫ് ആർജിനീനോ സക്സിനേറ്റ്, ഫോർമേഷൻ ഓഫ് ആർജിനിൻ ആൻഡ് ഫോർമേഷൻ ഓഫ് യൂറിയ, ദീസ് 3 occur in the സൈറ്റോസോൾ. ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓരോ സ്റ്റെപ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് എ ഫോർമേഷൻ ഓഫ് കാർബമോയിൽ ഫോസ്ഫേറ്റ്. അപ്പോൾ കാർബമോയിൽ ഫോസ്ഫേറ്റ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. കാർബമോയിൽ ഫോസ്ഫേറ്റ് ഒരു എനർജി റിച്ച് ആയിട്ടുള്ള മോളിക്യൂളാണ്. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കാനായിട്ട് എനർജി റിച്ച് മോളിക്യൂളിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇൻ ഓർഡർ ടു ഡ്രൈവ് ദ റിയാക്ഷൻ ഫോർവേഡ് എൻ എനർജി റിച്ച് മോളിക്യൂൾ ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ദിസ് സ്റ്റെപ്പ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇവിടുത്തെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 1 മോളിക്യൂൾ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് 1 മോളിക്യൂൾ ഓഫ് അമോണിയ. ഒരു മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡും ഒരു മോളിക്യൂൾ അമോണിയ ആണ് ഇവിടുത്തെ റിയാക്റ്റന്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു എനർജി കൺസ്യൂമിങ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അതുകൊണ്ട് എനർജി മോളിക്യൂൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് 2 ATPs ആർ consumed. So 1 molecule of carbon dioxide plus 1 molecule of ammonia together with 2 molecule of ATP leads to the formation of carbamoyl phosphate. Carbamoyl phosphate ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി 2 ATP ഇവിടെ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് 2 ATP കൺസ്യൂം ചെയ്ത് നമുക്ക് അവസാനം കിട്ടുന്നത് 2 ADP ആണ്. സോ ഇവിടുത്തെ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബമോയിൽ ഫോസ്ഫേറ്റും 2 ADP ആണ്. 2 ADP വന്നത് ഡ്യൂ ടു ദ യൂസേജ് ഓഫ് 2 ATP. ഇനി ഇവിടെ എൻസൈം ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സ്റ്റെപ്പിലും എൻസൈം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ദ എൻസൈം ദറ്റ് കാറ്റലൈസ് ദ ഫോർമേഷൻ ഓഫ് കാർബമോയിൽ ഫോസ്ഫേറ്റ് ഇസ് കാർബമോയിൽ ഫോസ്ഫേറ്റ് സിന്തറ്റേസ് എൻസൈം, സിന്തറ്റേസ് 1 എൻസൈം. അപ്പോൾ നമുക്ക് ഇതിനെ അബ്രിവേറ്റ് ചെയ്ത് CTS1 എന്ന് വിളിക്കാം. ഈ എൻസൈമാണ് ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് ഫോർമേഷൻ ഓഫ് കാർബമോയിൽ ഫോസ്ഫേറ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം, ദാറ്റ് ഇസ് ഫോർമേഷൻ ഓഫ് സിട്രുലിൻ. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റ് സ്റ്റെപ്പിലുണ്ടായ പ്രോഡക്റ്റിൻ്റെ പേരായിരുന്നു കാർബമോയിൽ ഫോസ്ഫേറ്റ്. അപ്പോൾ കാർബമോയിൽ ഫോസ്ഫേറ്റ് ഇവിടെ ഉണ്ട്. ഇനി ഈ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലാണല്ലോ ഇത് നടക്കുന്നത്. സോ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ മറ്റൊരു സബ്സ്റ്റൻസ് ഇവിടെ പ്രസൻ്റ് ആണ്, ദാറ്റ് ഇസ് L-ഓർണിത്തിൻ. അപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു L-ഓർണിത്തിൻ അല്ലെങ്കിൽ ഓർണിത്തിൻ ആണ് ഫസ്റ്റ് സബ്സ്ട്രേറ്റ് ദാറ്റ് ഇസ് ഗോയിങ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ യൂറിയ സൈക്കിൾ. സോ ഓർണിത്തിൻ ഇവിടെ ഓൾറെഡി പ്രസൻ്റ് ആയിരുന്നു. ഓർണിത്തിനും ആദ്യത്തെ സ്റ്റെപ്പിലുണ്ടായ കാർബമോയിൽ ഫോസ്ഫേറ്റും കൂടെ കമ്പൈൻ ചെയ്ത് സിട്രുലിൻ ഫോം ചെയ്യും. സോ സിട്രുലിൻ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ആൻഡ് സിട്രുലിൻ ഫോം ചെയ്തത് കാർബമോയിൽ ഫോസ്ഫേറ്റും ഓർണിത്തിനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്. ആൻഡ് ഇവിടെ വരുന്ന എൻസൈമിൻ്റെ പേരാണ് ഓർണിത്തിൻ കാർബമൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം. ഇവിടെ എഴുതിയിരിക്കുന്ന പേര് ഉപയോഗിക്കും, എന്നാലും നമുക്ക് ഷോർട്ടായിട്ട് ഓർണിത്തിൻ കാർബമൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഷോർട്ടാക്കി നമുക്ക് OCT എന്ന് വിളിക്കാം. അപ്പോൾ ഈ OCT എന്ന് പറയുന്ന എൻസൈമാണ് ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ഫോർമേഷൻ ഓഫ് സിട്രുലിൻ ഫ്രം കാർബമോയിൽ ഫോസ്ഫേറ്റ് ആൻഡ് ഓർണിത്തിൻ. ഈ സിട്രുലിൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലാണെന്ന് പറഞ്ഞു. കാരണം ഫസ്റ്റ് 2 സ്റ്റെപ്സ് നടക്കുന്നത് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലാണ്. അപ്പോൾ സിട്രുലിൻ ഉണ്ടായി കഴിഞ്ഞാൽ സിട്രുലിൻ മൂവ്സ് ഇൻ ടു ദ സൈറ്റോസോൾ. സൈറ്റോസോളിലേക്ക് സിട്രുലിൻ പോകും ഫ്രം ദ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. കാരണം ഇനി ഫെർദർ റിയാക്ഷൻസ് എല്ലാം സൈറ്റോസോളിലാണ് നടക്കുന്നത്. സോ സിട്രുലിൻ ആസ് ഇറ്റ് ഇസ് ഫോംഡ്, ഇറ്റ് ഈസ് ഗോയിങ് ടു എസ്കേപ്പ് ഇൻ ടു ദ സൈറ്റോസോൾ. സോ ദ തേർഡ് റിയാക്ഷൻ ഒക്കേഴ്സ് ഇൻ ദ സൈറ്റോസോൾ. അപ്പോൾ നമുക്ക് അടുത്ത റിയാക്ഷൻ, ദാറ്റ് ഇസ് ദ തേർഡ് സ്റ്റെപ്പ്, ഏതാണെന്ന് നോക്കാം. തേർഡ് സ്റ്റെപ്പ് ഇസ് എ ഫോർമേഷൻ ഓഫ് ആർജിനീനോ സക്സിനേറ്റ്. സോ ഇവിടെ സിട്രുലിൻ എത്തിയിട്ടുണ്ട് ഫ്രം
the second step. Citrulline ഇവിടെ വന്നു. Citrulline is present in the cytoplasm because as soon as it was formed, it escaped into the cytoplasm. അപ്പോൾ സിട്രുലിൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സിട്രുലിൻ അസ്പാർട്ടേറ്റ് എന്ന് പറയുന്ന അമിനോ ആസിഡ് നമുക്കറിയാം അസ്പാർട്ടിക് ആസിഡ്. സോ ഇവിടെ കാണിച്ചിട്ടുണ്ട് എൽ അസ്പാർട്ടേറ്റ്. അസ്പാർട്ടിക് ആസിഡ് എന്ന അമിനോ ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാവുന്ന പ്രോഡക്റ്റാണ് ആർജിനീനോ സക്സിനേറ്റ്. So the product formed in the third step is arginino succinate, and it is due to the condensation or reaction between citrulline and aspartic acid in the cytosol. ഇവിടെ വരുന്ന എൻസൈമാണ് ആർജിനീനോ സക്സിനേറ്റ് സിന്തറ്റേസ് എൻസൈം. ആർജിനീനോ സക്സിനേറ്റ് സിന്തറ്റേസ്. ഇവിടെ സിന്തേസ് ആണ് എഴുതിയിരിക്കുന്നത്, മറ്റൊരു പേരാണ് ആർജിനീനോ സക്സിനേറ്റ് സിന്തറ്റേസ്. സോ ഇവിടെ ഈ ഒരു എൻസൈമിനെ നമുക്ക് അബ്രിവേറ്റ് ചെയ്ത് ASS എന്ന് എഴുതാം. സോ ദ അബ്രിവേറ്റഡ് ഫോം ഓഫ് ആർജിനീനോ സക്സിനേറ്റ് സിന്തറ്റേസ് ഇസ് ASS. അപ്പം നമുക്ക് അതിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. We can write it as arginino succinate synthetase. So this is the abbreviated form of the enzyme. അപ്പോൾ ഈ എൻസൈം ആണ് ഈ സ്റ്റെപ്പ് കാറ്റലൈസ് ചെയ്യുന്നത്, and the product formed is arginino succinate. ഇവിടെ ഇതും ഒരു എനർജി കൺസ്യൂമിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതുകൊണ്ട് ഇവിടെ ഒരു മോളിക്യൂൾ ഓഫ് ATP ഉപയോഗിക്കുന്നുണ്ട്. സോ 1 molecule of ATP is consumed in this step, and the product as a result of consumption of 1 ATP is AMP. Adenosine monophosphate ആണ് നമുക്കിവിടെ കിട്ടുന്നത് പ്ലസ് PPI. So this is the result of consumption of 1 ATP. Now we'll move on to the fourth step, that is formation of arginine. അപ്പോൾ നേരത്തെ ഉണ്ടായ ആർജിനീനോ സക്സിനേറ്റ് ആണ് ഇവിടുത്തെ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർജിനീനോ സക്സിനേറ്റ് ഇറ്റ് അണ്ടർഗോസ് എ ക്ലീവേജ്. അതായത് ആർജിനീനോ സക്സിനേറ്റ് ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. സോ ആർജിനീനോ സക്സിനേറ്റ് ആസ് സൂൺ as ഇറ്റ് ഇസ് ഫോംഡ് ഇറ്റ് ഇസ് അണ്ടർഗോയിങ് എ ക്ലീവേജ് ആൻഡ് ഇറ്റ് ക്ലീവ്സ് ഇൻ ടു ഫ്യുമാറിക് ആസിഡ്. ഫ്യുമാറേറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആവുകയും അതുപോലെ ആർജിനിൻ എന്ന പ്രോഡക്റ്റും ആണ് തരുന്നത്. ആർജിനിനോ സക്സിനേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഫ്യുമാറേറ്റും അതുപോലെ തന്നെ ആർജിനിനുമായിട്ടാണ് മാറുന്നത്. ഇവിടെ വരുന്ന എൻസൈമിൻ്റെ പേരാണ് ആർജിനിനോ സക്സിനേറ്റ് ലയേസ് ഓർ ആർജിനിനോ സക്സിനേസ് എന്ന് പറയുന്ന എൻസൈം. സോ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് ഈ ഫ്യുമാറിക് ആസിഡ് അല്ലെങ്കിൽ ഫ്യുമാറേറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടായി. ഈ പ്രോഡക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമായ ആർജിനീനോ സക്സിനേറ്റ് ലയേസിനെ ഇൻഹിബിറ്റ് ചെയ്യാം. സോ ഫ്യുമാറേറ്റ് ക്യാൻ ആക്ട് ആസ് ദ ഇൻഹിബിറ്റർ ഓഫ് ആർജിനോ സക്സിനേറ്റ് ലയേസ് ഓർ ആർജിനീനോ സക്സിനേസ് എൻസൈം. അതുകൊണ്ട് ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫ്യുമാറേറ്റ് വിൽ ഗോ ഇൻ ടു ദ മൈറ്റോകോൺട്രിയ ആസ് സൂൺ as it is formed, and this fumarate as soon as it is formed it can go into the mitochondria and enter into the TCA cycle. അതായത് സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് ഫ്യുമാറേറ്റ് എൻ്റർ ചെയ്യും. കാരണം ഫ്യുമാറേറ്റ് ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്ത എൻസൈമായ ആർജിനീനോ സക്സിനേറ്റ് ലയേസ് എൻസൈമിനെ അതിന് ഇൻഹിബിറ്റ് ചെയ്യാം. സോ ആസ് ഫ്യുമാറേറ്റ് ഇസ് ഫോംഡ് ഇറ്റ് ക്യാൻ ആക്ട് ആസ് എൻ ഇൻഹിബിറ്റർ ഓഫ് ദ ആർജിനീനോ സക്സിനേറ്റ് ലയേസ് എൻസൈം. ഹെൻസ് ഫ്യുമാറേറ്റ് എസ്കേപ്പ് ഇൻ ടു ദ മൈറ്റോകോൺട്രിയ ആൻഡ് മൂവ് ഇൻ ടു ദ TCA സൈക്കിൾ. TCA സൈക്കിളിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകും. ആൻഡ് ഇവിടുത്തെ പ്രോഡക്റ്റ് മെയിനായിട്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന പ്രോഡക്റ്റാണ് L-arginine ഓർ ആർജിനിൻ. അപ്പോൾ നമുക്ക് ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോവാം, ദാറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് യൂറിയ. ഓക്കെ, സോ പ്രീവിയസ് സ്റ്റെപ്പിലെ പ്രോഡക്റ്റ് ആയിരുന്നു ആർജിനിൻ. ഫ്യുമാറേറ്റ് മൈറ്റോകോൺട്രിയയിലേക്ക് പോയി. ഇവിടെ ബാക്കിയുള്ളത് ഇനി ആർജിനിൻ ആണ്. ഇവിടെ ആർജിനിൻ ഹൈഡ്രോളൈസ്ഡ് ആവുകയാണ്. സോ formation of urea is by hydrolysis of arginine. Arginine hydrolysis. Hydrolysis means breakdown of any molecule with the help of water. അപ്പോൾ വാട്ടറിന് ഇവിടെ ആവശ്യമുണ്ട്. സോ H2O, a molecule of H2O is added into arginine with the help of the enzyme S-arginase. ഒരു മോളിക്യൂൾ വാട്ടറും ആർജിനും കൂടി ചേർന്ന് in the presence of arginase enzyme, arginine is cleaved into urea and ornithine. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്ന ഓർണിത്തിൻ ഉണ്ടായത് 5th സ്റ്റെപ്പിലൂടെയാണ്. അപ്പോൾ ഇവിടെ ആർജിനിൻ യൂറിയയും ഓർണിത്തിനുമായിട്ടാണ്
ബ്രേക്ക് ഡൗൺ ചെയ്തത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 1 മോളിക്യൂൾ ഓഫ് വാട്ടർ. അപ്പോൾ ഈ യൂറിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എക്സ്ക്രീറ്റഡ് ഔട്ട്. യൂറിയ എക്സ്ക്രീറ്റഡ് ആവും. അതുപോലെ തന്നെ ഈ ഉണ്ടായ ഓർണിത്തിന് എന്ത് ചെയ്യാം? ഇറ്റ് ക്യാൻ മൂവ് ഇൻ ടു ദ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലേക്ക് പോകാം. അവിടെ ചെന്ന് സെക്കൻഡ് സ്റ്റെപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യാം. സോ അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഉപയോഗിച്ച കൺസ്യൂം ചെയ്ത ഓർണത്തിനെ ഇവിടെ 5th സ്റ്റെപ്പിൽ റീജനറേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് യൂറിയ ഉണ്ടാവുന്നത് ബൈ ദ അമോണിയ ആഫ്റ്റർ അണ്ടർഗോയിങ് യൂറിയ സൈക്കിൾ. സോ ഇതാണ് ഒരു ജനറൽ ഡെപ്പിക്ഷൻ ഓഫ് ദ യൂറിയ സൈക്കിൾ. അപ്പോൾ ഇവിടെ നമുക്ക് 5 സ്റ്റെപ്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പിലുള്ള എൻസൈം ഏതാണെന്നും കാണിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് യൂറിയ സൈക്കിൾ.